It would be our pleasure if Jude sir can speak a few words on your emotions of 2018 and its way to Oscars. നമസ്കാരം. 2018 നമ്മൾ ഒരു എന്താ പറയുക, നേരത്തെ എല്ലാവരും സംസാരിച്ച പോലെ ഒരു വലിയ ടീമിൻ്റെ ഒരു വലിയ എഫേർട്ടാണ്, ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട്സ് ആയിരുന്നു നമ്മൾ തിയേറ്ററിൽ കണ്ടത്. ഒരു പറഞ്ഞ പോലെ തന്നെ ഒരു 2018 കണ്ടതിന് ശേഷം എല്ലാവർക്കും പറയാൻ പറ്റും ഇങ്ങനെ ഒരു സിനിമ വളരെ നന്നായി എന്നൊക്കെ. പക്ഷെ അതിന് ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു തിരക്കഥാരൂപത്തിൽ നിന്നുകൊണ്ട് ആ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ ഒരു നിർമ്മാതാവ് വന്നുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ സംഭവിച്ചതും. അതിനുശേഷം ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഞാനും സാറും കൂടി രാവിലെ ലോസ് ആഞ്ചലസിലെ വീട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നത് നമ്മളെങ്ങനെ ഇവിടെ എത്തി എന്ന് പറഞ്ഞ പോലെ അവിടെ പോലും അത്രയും എഫേർട്ടും ക്യാഷും ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർക്ക് മാത്രമാണ് ഒരു ഓസ്കാർ റേസ് എന്താണെന്ന് പോലും മനസ്സിലാവുള്ളൂ. അത്രയും കോമ്പറ്റീറ്റീവ് ഫീൽഡാണ് അവിടെ ഒരു ഓസ്കാർ റേസ്. നമ്മൾക്കൊന്നും എത്തിപ്പെടാൻ പോലും പറ്റാത്തത്ര ഉയരത്തിലാണ് മറ്റ് സിനിമകളൊക്കെ അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മുടേതായ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സാറ് പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം കൊണ്ടെന്ന് നമുക്ക് ഒരു ഓസ്കാർ കിട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ കൂടെ 2018 സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലതും അൺപ്രഡിക്റ്റബിളാണ്, നമുക്ക് പോലും മനസ്സിലാവാത്ത രീതിയിലാണ്. അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ DNFT എന്ന് പറഞ്ഞ ഒരു പരിപാടി നമ്മുടെ പടം. അപ്പോൾ ഞാൻ ദൈവമേ അതും എന്ന് പറഞ്ഞ പോലെ അതും മറ്റൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അതും മലയാള സിനിമയിൽ തന്നെ ലാലേട്ടൻ്റെ സിനിമയ്ക്ക് ശേഷം നമ്മുടെ സിനിമ ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും ഒരുപാട് സിനിമകൾക്ക് DNFT പാർട്ണർഷിപ്പായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഹരിഹരൻ സാറിനെ ഞാനിവിടെ കണ്ടതിലാണ്. കാരണം ഞാൻ പണ്ട് ചെന്നൈയിൽ ഒരു ചെറിയൊരു ഷോ ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അവിടെ ഒരു ചെറിയൊരു ലോഡ്ജ് പോലത്തെ ഒരു സ്റ്റുഡിയോ പോലത്തെ ഒരു സ്ഥലത്ത് ഞാൻ താമസിക്കുന്ന സമയത്ത് താഴെ ഒരു കാറിൽ വന്ന് ഒരു വൈറ്റ് ഷർട്ടും വൈറ്റ് പാൻറ്റും വൈറ്റ് ഷൂട്ടും ഒരാൾ, അന്ന് ടേപ്പാണ് ഈ ഷൂട്ട് ചെയ്തൊക്കെ ടേപ്പിലാണ്. അപ്പോൾ ടേപ്പ് കാറിൽ ഡിക്കിന്ന് എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് കറക്റ്റ് ഹരിഹരൻ സാറിനെ പോലെ തന്നെ ഇരിക്കുന്നു. അപ്പം ഞാൻ മേളിൽ നിന്ന് ഹലോ സാറ് നോക്കിയത്, ഞാൻ സാറിനെ കണ്ടാൽ നമ്മുടെ മലയാളത്തിൽ ഹരിഹരൻ സാറിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. സാറ് ഞാൻ തന്നെയാണ് ഹരിഹരൻ. അപ്പോൾ സ്വന്തം സിനിമയുടെ കാര്യത്തിന് വേണ്ടി, ചെറിയ കാര്യത്തിന് വേണ്ടി പോലും അന്ന് സ്റ്റുഡിയോയിൽ വരുന്ന ഒരു ഫിലിം മേക്കറെ ഞാൻ കണ്ടു. ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. കാരണം എൻ്റെ മനസ്സിൽ ഹരിഹരൻ സാറ് ഒരുപാട് അസിസ്റ്റൻസ് ഉള്ള ആളാണ്, ഏതെങ്കിലും ഒരാളെ വിടേണ്ട കാര്യമുള്ളൂ. പക്ഷേ അത്രയും പാഷനേറ്റായിട്ട് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നിട്ടും സിനിമയെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൂടെ ഈ വേദി പങ്കിടാൻ തന്നെ എന്നെ മുജ്ജന്മ സുഹൃതം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സാറിനോട് തന്നെ ആദ്യം താങ്ക് യു പറയുകയാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷന് വന്നതിലും. ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ സിനിമയിൽ വർക്ക് ചെയ്ത് ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും കുറേ നാൾക്ക് ശേഷം ഇന്ന് കാണാൻ പറ്റും. എല്ലാവരും അതിനെ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് കൂടുതൽ സന്തോഷം അതിലാണ്. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഒരുപാട് വന്നതിൽ സന്തോഷം. ബാക്കി പരിപാടികൾ നടക്കട്ടെ. ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിന് ഇതിൻ്റെ DNFTയുടെ എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. സ്വപ്നങ്ങളല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഓസ്കാർ സ്വപ്നങ്ങൾ, ഓരോ മലയാളികളുടെയും ആ ഒരു സ്വപ്നം പൂവണിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് ഹരിഹരൻ സാറിൽ നിന്ന് കേൾക്കാം. സാർ പ്ലീസ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ മലയാള സിനിമ എവിടം വരെ വളർന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയാ ഈ 2018 എന്ന ചിത്രം വരെ എന്നാണ്. സാങ്കേതികപരമായിട്ടും ആശയപരമായിട്ടും നമ്മുടെ സിനിമ വളർന്നത് ഇതുവരെയാണ്. അപ്പോൾ അതിൻ്റെ നിർമ്മാതാക്കൾ, അതിൻ്റെ സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ കൂടെ സഹകരിച്ചിട്ടുള്ള നടീനടന്മാർ, എല്ലാ പ്രവർത്തകരെയും എവിടെയെങ്കിലും വെച്ചൊന്ന് അഭിനന്ദിക്കണമെന്ന് എനിക്ക് പടം കണ്ടപ്പോൾ തോന്നിയിരുന്നു. അപ്പം അതിന് യാദൃശ്യമായിട്ടാണെങ്കിലും ഇങ്ങനൊരു അവസരം തന്ന അതിൻ്റെ നിർമ്മാതാവിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ചിത്രത്തിന് ഓസ്കാർ എൻട്രി കിട്ടി എന്ന് പറയുന്നത് അത്ഭുതകരമായൊരു സംഭവമല്ല. കാരണം അത്രത്തോളം ആ ചിത്രത്തിൻ്റെ പുറകിൽ നിർമ്മാതാവും സംവിധായകരും സഹപ്രവർത്തകരും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ആ ചിത്രം കണ്ടാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് ഇതിൻ്റെ സംവിധായകൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് എന്നെപ്പോലെയുള്ള ഒരു സംവിധായകന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഊഹിക്കാവുന്നതിനപ്പുറമാണ്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഏതായാലും ഈ ചിത്രം ഓസ്കാർ ലഭിക്കട്ടെ
എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. കിട്ടണം. നമ്മുടെ മലയാള സിനിമയെ ഓസ്കാറിന് അടുത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സംവിധായകരും നിർമ്മാതാക്കളുമെല്ലാം. അതിനി ലഭിക്കുകയേ വേണ്ടൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇത്തരം സാമൂഹിക പ്രസക്തിയുള്ള ചിത്രങ്ങൾ നിർമ്മിക്കാൻ ഇത് മറ്റുള്ള സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും, അഭിരുചിയുള്ള സംവിധായകന്മാർക്കും നിർമ്മാതാക്കൾക്കും ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. വേണു എന്ന് പറയുന്ന നിർമ്മാതാവ് എനിക്കറിയാം. അദ്ദേഹം പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള അഭിരുചിയുള്ള നിർമ്മാതാക്കളാണ് ഞങ്ങളെപ്പോലെയുള്ള, എന്നെപ്പോലെയും ജുഡുവിനെ പോലെയുള്ള സംവിധായകന്മാർക്ക് ഇന്ന് ആവശ്യം. വെറും ധനലാഭം മാത്രം നോക്കി നിർമ്മിക്കാൻ ചിത്രത്തെ, ഇന്ന് ദൃശ്യമാധ്യമമാണ് ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാം, നമ്മുടെ കയ്യിലൊരു ഐഫോൺ ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ അതിനകത്തുണ്ട്. അപ്പോൾ ആ ദൃശ്യമാധ്യമത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം? സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും പ്രയോജനപ്പെടുത്താം, ചീത്തയ്ക്ക് വേണ്ടിയും പ്രയോജനപ്പെടുത്താം. പക്ഷേ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്നുള്ളതായിരിക്കണം നമ്മുടെ സിനിമ സ്രഷ്ടാക്കളുടെ, നിർമ്മാതാക്കളുടെ, സംവിധായകരുടെ, എഴുത്തുകാരുടെ എല്ലാം ഉദ്ദേശം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സന്ദർഭത്തിൽ. ഏതായാലും ഇതിൻ്റെ നിർമ്മാതാവിനും ഇതിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ നടീനടന്മാർക്കും സഹപ്രവർത്തകർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടെ പറയുന്നു. നന്ദി, നമസ്കാരം. We would request Shri Naren to speak a few words. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ആലോചിക്കുകയായിരുന്നു, ഞാൻ രണ്ട് വലിയ മനുഷ്യരുടെ ഇടയിലാണ് നിൽക്കുന്നത്. ഒന്ന് കർമ്മം കൊണ്ടും വ്യക്തിത്വത്തിലും ഒരു മഹാ വ്യക്തി, ഇവിടെ ഹൈറ്റ് കൊണ്ടൊരു 6 feet 8, is it? Anyways, 2018 നമുക്കെല്ലാവർക്കും അറിയാം, ഞങ്ങൾ ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും തന്നെ ലൈഫ് ലോങ് നമ്മുടെ മനസ്സിൽ നിൽക്കാവുന്ന ഒരു ഇമോഷണൽ ജേണി ആയിരുന്നു ഇത്. ഇപ്പം നേരത്തെ ജൂഡ് പറഞ്ഞ പോലെ പടം കണ്ടതിന് ശേഷം എല്ലാവരും അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, വളരെ സന്തോഷം. പക്ഷേ ഇത് തുടങ്ങുന്ന ഒരു നിമിഷം, ഇപ്പോൾ സിനിമ OTTയിൽ വന്നതിന് ശേഷം തമിഴ്നാട്ടിലെ പല സംവിധായകരും എന്നെ വിളിച്ച്, പ്രോബ്ലി ഞാൻ ആ പടത്തിൻ്റെ ഭാഗമായതുകൊണ്ടായിരിക്കാം, ഇവർ ചോദിച്ച ഒരേ ഒരു ചോദ്യം എന്ന് വെച്ചാൽ എങ്ങനെ അദ്ദേഹം അത് കൺസീവ് ചെയ്തു, അല്ലെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് അത് തുടങ്ങിയത് എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് വെയർ ആ തോട്ടിനാണ് ആക്ച്വലി ദ ഫസ്റ്റ് അപ്രീസിയേഷൻ. ആ തോട്ട് പിന്നീട് പ്രാക്ടിക്കലാക്കി നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് വെയർ ദെയർ ആൻഡ് ടെക്നീഷ്യൻസ് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ആൻഡ് ഈ യാത്ര തുടർന്നത് 2018 ഒഫീഷ്യൽ എൻട്രി എത്തി ഓസ്കാർസ് വരെ എത്തിയിരിക്കുന്നു. സോ ദിസ് ഇസ് എ വെരി, നമുക്കെല്ലാവർക്കും അറിയാം, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇറ്റ്സ് എ വെരി ഫിലിം ക്ലോസ് ടു അവർ ഹാർട്ട്. പിന്നെ മനസ്സിലെപ്പോഴും തോന്നുന്നൊരു കാര്യം, മലയാളത്തെ എക്കാലത്തെയും ഏറ്റവും വലിയ ഹിറ്റായ ഒരു സിനിമ വെറും ഒരു മാസ് കമേഴ്ഷ്യൽ സിനിമ മാത്രമല്ലാതെ വളരെ കലാമൂല്യമുള്ള ഒരു സിനിമ ആയതിൽ ഒട്ടേറെ സന്തോഷം. അത് നൗ ഇറ്റ് ഹസ് റീച്ച് ദി ഓസ്കാർ റേസ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവട്ടെ. അപ്പോൾ അതുപോലെ ഹരിഹരൻ സാറിൻ്റെ കൂടെ ഒരിക്കൽ ഞാൻ ഒരു പ്രോജക്റ്റിൽ കമ്മിറ്റ് ചെയ്ത് ഞാൻ MT സാറിൻ്റെ അടുത്ത് പോയി അനുഗ്രഹമൊക്കെ മേടിച്ചതായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ഹോപ്പ്ഫുള്ളി എപ്പോഴെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റട്ടെ സാർ. ആൻഡ് സോ DNFT, താങ്ക് യു ഫോർ ദിസ് ഒക്കേഷൻ. ഇതിൻ്റെ സെലിബ്രേറ്റിംഗ് ഇന്ത്യാസ് ഒഫീഷ്യൽ എൻട്രി അറ്റ് ദി ഓസ്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വിത്ത് DNFT ആണ് ഈ ഫംഗ്ഷൻ. അധികം താമസിയാതെ ലെറ്റ് us celebrate after winning the Oscars, hopefully. Thank you. Wow. I'm in a terrible dilemma because I can't sing, I can't dance, I'm not an actor, so I don't know how I can impress you, maybe with some numbers. It is an absolute pleasure to be here, let's begin with that. And again, I have to extend my congratulations to Mr. Jude Anthony and Venu Kunapalli, the entire cast and crew of this amazing film that I have had the pleasure to view multiple times.
And even though we congratulate them, I think it needs to be stressed of how difficult it is to achieve such a level of recognition. So unless you already have an Oscar, you don't have to clap, but I think maybe we should give another round of applause. That's great. Okay, everybody clap, that's good. Also, I will have to thank Mr. Suvash Emanuel. I always have tremendous respect for people who have vision. I think he has really spotted an opportunity in the market, and it's fantastic if you spot an opportunity, but I have even more respect for someone that has the tenacity to follow through with it, and that is one of the main reasons that we are backing him in this fantastic endeavor, because I think we see a huge opportunity. So next is, of course, who am I? I've been introduced. My name is Paul Telecki, and I am here to represent ES Global. Now, many of you may not know that, well, first of all, ES, Enigmatic Smile, is a financial technology facilitator. But we are, of course, in several other industries as well. But we have been in India for many, many years. We have been in this country working with various partners in many segments, learning the culture, developing relationships, understanding how to do business, how not to do business. And throughout this journey, I've learned a lot. And when I'm speaking to people who are maybe trying to guide us as to which industries to get into, sometimes they give us a warning. They say, well, you know, don't do this, or one of the weaknesses maybe is India is not a resource-rich country, go into these and these sectors. All great advice. It may be true in natural resources, but I think a very important thought escapes most people's minds. India is not resource poor, it's resource rich, human resource rich. The wealth of talent that exists all across this country, this is a demonstration. 2018 is a demonstration of that very fact. And that's what Enigmatic Smile does, is we invest in people with talent, and it's extremely motivational to see talent come up everywhere. Now, outside of that, of course, we have other interests, because, as I said, human resource rich India. Let's just look at the numbers. Let's just look at the numbers in Bollywood. In 2020, 2.6 billion tickets were sold. That's more than in any country anywhere. Fantastic. $3.7 billion of revenue for a global audience of 3.6 billion people. Now, what's also, in addition, interesting is this industry is growing at double digits, 10, 11, maybe even 12% continuous aggregate growth rate. Meaning by 2025, 2026, it's forecasted to be 5 billion. Now, if I could be extremely honest, that's why we're interested, obviously. I'm talking to you about numbers, and there is sort of a joining of massive sort of impulses where India is, ever since I've been coming here, and I've been coming here for years and years and years, I've seen huge growth, massive growth. The number of smartphones in the hands of Indian citizens is almost going to be 1 billion by 2025. And now marry that together with something that we don't really understand yet, but is over the horizon, called cryptography and blockchain. And that is exactly the intersection where this whole paradigm is sitting, and why we're so interested. Enigmatic Smile is backing the UK entity because there is extreme amounts of value in tokenized, copyright-protected digital assets, particularly the quality assets with global appeal. I know I don't need to fill in the blanks for you because there are a lot of business models that have become successful following this, and that is why we're putting our money where our mouth is. Our group has earmarked a fund where we want to work with people within the industry, help the local Indian movie industry, because this new technology, when applied correctly, creates new marketing channels, new revenue streams that benefits the entire ecosystem. Now, I didn't fully understand some of the other what the other guy said. Maybe they have expanded on this, but I just wanted to say that it's an extremely sexy industry. I think India has a massive future. Whoever isn't in India within this segment, I think, is going to lose out. And I'm extremely inspired by everything that I've heard and seen here today. So thank you very much. And Thank you, Paul. Thank you so much. We would like to honor Shri Jude Anthony,
requesting Subhashji to offer the memento as a token of appreciation to Shri Jude. Dear friends, please. അതന്നെ ഇത്രയും ഇമ്പാക്റ്റ് TNFT തരുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഈ ഇമ്പാക്റ്റിൽ കൂടെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ലൈഫ് ആസ് കളർഫുൾ ആൻഡ് ആസ് പോപ്ഡ് ഔട്ട് ആവട്ടെ. That was our official launch of Tech Bank Movies London, DNFT, launching 2018. Everyone is a hero. Dear friends, this is a moment we are creating, and we hope to have more and more events as 2018 climbs the ladder towards Oscar. There are a lot of plans ahead that Subhashji has put forth. There are events, I'm told, in a very secretive way, that as we climb the ladder, we would have events in different parts of the world. But for now, we celebrate it in Kochi.